നമസ്കാരം. വളരെയധികം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയം ഉളവാക്കുന്ന കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചില സംഭവങ്ങളാണ് അടിക്കടി നമ്മുടെ കേരളത്തിൽ നമുക്ക് വാർത്തകളിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അടുത്തുണ്ടായ സംഗതി തന്നെ വളരെയധികം കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന കാരണം മലയാളികൾക്ക് ആ ഞെട്ടലൊക്കെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം ഉമ്മ ഉൾപ്പെടെ സഹോദരങ്ങളെയും എളാപ്പയും കുഞ്ഞിമാനെയൊക്കെ അങ്ങനെ ഒരു 5 കൊലപാതകങ്ങൾ 23-കാരൻ അഫ്വാൻ എന്ന പയ്യൻ അങ്ങനെ ഒരു ക്രൂരകൃത്യം നടത്തി. പലതും പറയുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും പോലീസ് അതിന് പിന്നാലെയാണ്. വ്യക്തമായിട്ടുള്ളൊരു സാമ്പത്തിക ബാധ്യത എന്നുള്ള കാര്യങ്ങളല്ലാതെ അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പോലീസിൻ്റെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല. യഥാർത്ഥ സംഭവം എന്താണ് അതിലേക്ക് ഇങ്ങനെ കാമുകിയെയും അതുപോലെ തന്നെ സ്വന്തം അനുജനെയും എളാപ്പാനെയും കുഞ്ഞിമാനെയും 10 മാസം ചുമന്ന് പെറ്റ ഉമ്മായും ഇങ്ങനെ ബ്രൂട്ടലായിട്ട് ചുറ്റുക കൊണ്ട് അടിച്ചിട്ട് തലയൊട്ടി തകർത്ത് കണ്ണും മോറൊക്കെ വികൃതമാക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യാൻ എന്താണ് ആ കുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് വളരെയധികം ആശങ്കയോടെ കാണേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ പുതിയൊരു വാർത്ത കേട്ടിരിക്കുന്നു. സെൻഡ് ഓഫ് എന്തോ കഴിഞ്ഞിട്ട് വരുമ്പോൾ 5 കുട്ടികളും കൂടിയിട്ട് അവൻ്റെ സഹപാഠിയെ മർദ്ദിച്ചു. ആ കുട്ടി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പരിസരത്ത് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പരിസരത്തല്ല, വടക്കേക്കാട് പറഞ്ഞൊരു സ്ഥലത്ത് ഇതേ പ്രായത്തിലുള്ളൊരു പയ്യൻ സ്വന്തം വല്യമ്മനെ കഴുത്തറുത്ത് കൊന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴുത്തറുത്ത് അന്നും ഇതിൻ്റെ കാരണം പറഞ്ഞത് വല്യമ്മ എന്തോ കൊടുത്തില്ല, കാശ് കൊടുത്തില്ല എന്നോ അങ്ങനെ എന്തോ കൊടുത്തില്ല, സാമ്പത്തികം ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ല എന്നുള്ളൊരു വാർത്തയാണ് വന്നത്. അവൻ ലഹരിക്ക് അടിമയായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ പുറത്ത് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും അവരെ ശിക്ഷിക്കുകയും ചിലരൊക്കെ ശിക്ഷ അനുഭവിച്ച് പുറത്ത് വരികയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 10-20-23 വയസ്സായ കുട്ടികളൊക്കെ ഒരു 10 വർഷം 15 വർഷത്തെ ശിക്ഷയൊക്കെ അനുഭവിച്ച് പുറത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ സമൂഹത്തിലെ ഒരു നല്ല പൗരന്മാരായിട്ട് ജീവിക്കും എന്നുള്ളത്. കാരണം എന്തും ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് നാട്ടിലുണ്ട്, കേരളത്തിൽ അയക്കുന്നു എന്നുള്ളൊരു തരത്തിലുള്ളൊരു സംഗതി കൂടി ഉണ്ട്. നമ്മൾ ആരും കുറ്റം പറയില്ല. നമ്മൾ കൂടുതലും ഈ കാര്യങ്ങളിലേക്ക് എത്തുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുന്ന മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ലഹരിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ പുകവലിയോ മദ്യപാനമല്ല, MDMA പോലെയുള്ള കാര്യങ്ങൾ. കഞ്ചാവൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായിരുന്നു. അതൊക്കെ MDMA അതിൻ്റെ മേലെയുള്ള കാര്യങ്ങൾ. നമ്മൾ വളരെയധികം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് അത്. എങ്ങനെ ഈ ഇത്രയും മാരകമായിട്ടുള്ള മയക്കുമരുന്ന് MDMA പോലെയുള്ള അല്ലെങ്കിൽ MDMAയേക്കാളധികം മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ എങ്ങനെ നമ്മുടെ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തുന്നു ഉള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇത് എത്തുന്നത് കൊണ്ടല്ലേ ഇത്ര ടീനേജേഴ്സ് ഇത് ഉപയോഗിക്കുന്നത്, യുവാക്കൾക്ക് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വളരെയധികം ഫോൾട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു കുറ്റകൃത്യം ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു അംഗമായിക്കോട്ടെ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ സംരക്ഷിക്കാൻ, അത് ചെറുതായിക്കോട്ടെ വലിയ തെറ്റായിക്കോട്ടെ, അവരെ സംരക്ഷിക്കാനും പുറത്ത് കൊണ്ടുവരാനും ആളുകളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ള ഒരു ഉത്തമമായിട്ടുള്ളൊരു ബോധ്യം ഈ ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ആൾക്കാർ
കുട്ടികൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം. പിന്നെ എങ്ങനെ ഈ മാരകമായിട്ടുള്ള ഈ മയക്കുമരുന്നുകളൊക്കെ ഇവിടെ എത്തുന്നു എന്നുള്ളതും അതിർത്തി കടന്നെത്തണ്ടേ. ഈ അതിർത്തിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥ ആരാ? സർക്കാരിൻ്റെ ഗവൺമെൻറ് സർവൻസ് അല്ലേ. സർക്കാർ അവരറിയാതെ ഒരിക്കലും അതിർത്തി കടന്നൊന്നും എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ചെറിയൊരു ചിന്തയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിന് ഉത്തരവാദി പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇടപെടലുകളും ഒക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നുന്നു കേട്ടോ, അത്ര വലിയ ഫിലോസഫറൊന്നുമല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെറിയ തെറ്റ് ചെയ്താലും സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ യുവാക്കളിൽ, കുട്ടികളിൽ മുതൽ യുവാക്കൾ വരെയുള്ള ആൾക്കാരുകൾ അങ്ങനെ വന്നു ചേർന്നിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ പഠിക്കുമ്പോൾ അറിയാം, 90s കിഡ്സിനൊക്കെ 80s കിഡ്സിനും 90s കിഡ്സിനൊക്കെ അറിയാം. നമുക്കൊന്നും മാറാൻ ഒരു ഷർട്ട് പോലും, അല്ലെങ്കിൽ പാൻസ് പോലും, പാൻസൊന്നും ഇല്ല അന്ന്, ട്രൗസറോ ഉപയോഗിച്ചത് കഴിയാത്ത വിധം ഉള്ളൊരു ഇതാണ്. അത്രയും ദാരിദ്ര്യം നിറഞ്ഞ ഒരവസ്ഥയിൽ നിന്നാണ് നമ്മളൊക്കെ വളരെ കൂടുതൽ ഭൂരിഭാഗം പേരും കുട്ടികളും വന്നിട്ടുള്ളത്. ഞാനൊക്കെ വീട്ടിലെത്തിയാൽ, അല്ലെങ്കിൽ എൻ്റെ സഹപാഠികളൊക്കെ വീട്ടിലെത്തിയാൽ എൻ്റെയും അവരെയും ഒക്കെ പേരൻസ് അവരെ ബാഗ് പരിശോധിക്കും, എൻ്റെ ബാഗൊക്കെ പരിശോധിക്കും. ഞാനറിയാതെ എൻ്റെ ബാഗ് പരിശോധിക്കും. അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും കടലാസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് കണ്ടാൽ ചോദിക്കും, ഇതെന്താണ്, സംഗതി എന്താണ്, എന്തിനാണെന്ന് ഇത് വെച്ചിരിക്കുന്നത്. വേണ്ട, ഒരു മൈസൂർ പാക്ക്, പണ്ട് മൈസൂർ പാക്ക് പറഞ്ഞിട്ട്, ആ മൈസൂർ പാക്കിൻ്റെ ഒരു കവർ കിട്ടിയാൽ മതി, നീ എന്തിനത് കഴിക്കണമെന്ന് ചോദിക്കാനാ അവർ രക്ഷിതാക്കളുണ്ട്, നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, അവിടേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ കൂടുതലും ഈ ക്രൂരകൃത്യങ്ങൾ നടന്നിട്ടുള്ള സംഭവങ്ങളിലൊക്കെ സ്ത്രീകൾ മാത്രം അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് കൂടുതലായിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ആ വീട്ടിലെ ആണുങ്ങൾ, അത് വാപ്പയായിക്കോട്ടെ, ജ്യേഷ്ഠനായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരൊക്കെ ഗൾഫിലാണ്, പ്രവാസികളാണ്. അവരവിടെ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്തെടുക്കുന്ന പണം അയക്കുന്നുണ്ട്. പക്ഷേ ഈ പണം എങ്ങനെ ഇവിടെ നാട്ടിൽ വിനിയോഗിക്കുന്നു എന്നുള്ളത് വിദേശത്ത് ജോലിയെടുക്കുന്ന ആൾക്കാർക്കറിയില്ല. രക്ഷാകർത്താക്കൾക്കറിയില്ല. ഭാര്യയുടെ പേരിലോ ഒക്കെ പണം അയക്കുന്നു, കുട്ടികൾ പണം ആവശ്യപ്പെടുന്നു. കുട്ടികൾ അറിയുന്നില്ല എങ്ങനെയാണ് ഈ മരുഭൂമിയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമൊക്കെ ഇത്ര പണം ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ സ്ത്രീകൾ നിർബന്ധിതമായിട്ട്, ഇവർക്ക് പണ്ടത്തെ പോലത്തെ കുട്ടികളല്ല, മൊബൈൽ നോക്കണ്ടെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന തലമുറയാണ് നമ്മുടേത്. അപ്പോൾ ആ സ്ത്രീകൾ അല്ലെങ്കിൽ അവരുമ്മ അല്ലെങ്കിൽ അമ്മ കുട്ടികൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതലും കൊടുക്കാൻ നിർബന്ധിതരാകും. അത്തരം കുറേ ഘടകങ്ങളുണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൽ. അത് നമ്മളായിട്ട് തന്നെ മാറ്റണം, അല്ലാതെ സമൂഹം ഒന്നുമില്ല. അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യമില്ല. നമ്മൾ ഇനി ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം ഇല്ലാതിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ട. കാരണം നമ്മുടെ മുറ്റത്തെത്തി കഴിഞ്ഞു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് നമ്മുടെ മുറ്റത്തെത്തി കഴിഞ്ഞു, നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞു. പിന്നെയും മൗനം പാലിച്ചാൽ അത് വളരെയധികം പ്രയാസത്തിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങുമെന്നാണ് എൻ്റെ ഒരു. കുട്ടികൾ എവിടെ പോകുന്നു, കുട്ടികളുടെ മൊബൈൽ പരിശോധിക്കണം, കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം, എല്ലാം പരിശോധിക്കണം. അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും മണമോ അല്ലെങ്കിൽ സാധനങ്ങളോ ഒക്കെ അനുഭവപ്പെട്ടാൽ ചോദ്യം ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടികൾ
നല്ലവരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ പറ്റില്ല. പുറമേക്ക് ഞാൻ കണ്ടിടത്തോളം എൻ്റെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ മറ്റ് അനിയന്മാരൊക്കെ വളരെ ഡീസൻ്റാണ്. പക്ഷെ അവിടെ നിന്ന് പുറത്തേക്ക് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിട്ട് ആരായിക്കോട്ടെ എല്ലാവരും ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ വേറൊരു വ്യക്തിയായിട്ട് മാറും. അത് വീട്ടുകാരറിയുന്നില്ല. അപ്പോൾ തിരിച്ച് പോകുമ്പോഴും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ അവരെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. നമ്മുടെ മക്കൾ കാക്കക്ക് പൊൻകുഞ്ഞ് പറഞ്ഞ പോലെ നമ്മുടെ മക്കളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു മിഥ്യാധാരണ നമ്മുടെ രക്ഷിതാക്കൾക്കിടയിലുണ്ട്. അതൊരിക്കലും അതല്ല. നമ്മുടെ മക്കളെ നോക്കണം, ഇതേപോലെ ബാഗ് ചെക്ക് ചെയ്യണം, എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തണം. അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലുകൾ ഇത് ഇങ്ങനത്തെ മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ അതിർത്തി കടന്ന് എത്താൻ എങ്ങനെ എത്തുന്നു, അതിർത്തിയിൽ നിന്ന് എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു, വളരെയധികം പുനഃപരിശോധിക്കേണ്ട ഒരു സംഗതിയാണത്. ഇത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ ചെറിയ ചിന്തയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചെന്ന് മാത്രം. എന്തായാലും ദിനം പ്രതി കേട്ട് വരുന്ന വാർത്തകൾ വളരെയധികം വിഷമമുണ്ട്, ആശങ്കയുണ്ട്. നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, നമുക്ക് പരിശ്രമിക്കാം എന്ന് മാത്രമേ. അത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ വീട് ആദ്യം നോക്കണം, എന്നിട്ട് സമൂഹം നോക്കിയിട്ട് കാര്യമുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരാണ്. ഓക്കെ, താങ്ക് യു.